പ്രമുഖ മലയാളി വ്യവസായി സി.ജെ. റോയിയുടെ അസ്വാഭാവിക മരണത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ഉന്നതതല ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അയച്ച കത്തിലാണ് മുഖ്യമന്ത്രി ഈ ദാരുണ സംഭവത്തെക്കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ പങ്കുവച്ചത്. ബംഗളൂരുവിൽ ആദായനികുതി വകുപ്പ് റെയ്ഡ് നടക്കുമ്പോൾ ഒരു സംരംഭകൻ മരിക്കാനിടയായത് രാജ്യത്തെ നികുതി ഭരണ സംവിധാനത്തിന് തന്നെ മായ്ക്കാൻ കഴിയാത്ത കളങ്കമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ആദായനികുതി ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലായിരിക്കേണ്ട ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾക്ക് എങ്ങനെ സ്വന്തം തോക്കെടുത്ത് വെടിയുതിർക്കാൻ സാധിച്ചുവെന്നത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായ അങ്ങേയറ്റം ഗുരുതരമായ വീഴ്ചയാണെന്നും മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. റെയ്ഡ് നടക്കുമ്പോൾ പാലിക്കേണ്ട പ്രാഥമിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പോലും ലംഘിക്കപ്പെട്ടതായാണ് വിവരം. ഉദ്യോഗസ്ഥർ തൊട്ടടുത്തിരിക്കെ മറ്റൊരു മുറിയിൽ പോയി റോയിക്ക് വെടിയുതിർക്കാൻ കഴിഞ്ഞത് റെയ്ഡ് പ്രോട്ടോകോളിന്റെ നഗ്നമായ ലംഘനമാണ്. റോയ് ആദായനികുതി ഉദ്യോഗസ്ഥരുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും സഹിക്കാനാവാത്ത പീഡനമുണ്ടായതായി അദ്ദേഹത്തിന്റെ സഹോദരൻ ബാബു ഉന്നയിച്ച കാര്യങ്ങളും മുഖ്യമന്ത്രി കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. നികുതി നിയമങ്ങൾ നടപ്പിലാക്കുന്നു എന്ന പേരിൽ മനുഷ്യജീവന് വില കൽപ്പിക്കാത്ത ഇത്തരം അപരിഷ്കൃത നടപടികൾ ജനാധിപത്യ സമൂഹത്തിന് അംഗീകരിക്കാനാവില്ല. നിലവിൽ കർണാടക പോലീസ് നടത്തുന്ന അന്വേഷണം മാത്രം ഈ വിഷയത്തിൽ മതിയാകില്ലെന്നും വസ്തുതകൾ പുറത്തുവരാൻ ഹൈക്കോടതിയിലെയോ സുപ്രീം കോടതിയിലെയോ മുൻ ജഡ്ജിയുടെ നേതൃത്വത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. നികുതി വെട്ടിപ്പിനോട് രാജ്യം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അത് നടപ്പിലാക്കുന്ന രീതികൾ മനുഷ്യത്വഹീനമാകാൻ പാടില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേസമയം കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ സി.ജെ. റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതായാണ് സംശയം. റോയിയുടെ ഡയറി കണ്ടെടുത്തിട്ടുണ്ട്. ഡയറിയിൽ നിന്നും വ്യക്തിപരമായ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സൂചന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന് ലഭിച്ചതായാണ് വിവരം. നിക്ഷേപകർക്ക് പണം തിരികെ നൽകണമെന്നും ബിസിനസ് ആരെ ഏൽപ്പിക്കണമെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡയറിക്കുറിപ്പിൽ ഉണ്ടായിരുന്നതായാണ് വിവരം. ഇതോടെയാണ് സി.ജെ. റോയ് ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതായി സംശയമുയർന്നത്. വെള്ളിയാഴ്ചയാണ് ആദായനികുതി വകുപ്പ് റെയ്ഡിനിടെ റോയിയെ സ്വയം വെടിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബനാർഘട്ട റോഡിലെ കൽക്കരയിലുള്ള കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ നേച്ചേഴ്സ് ലക്ഷറി റിസോർട്ടിലായിരുന്നു സംസ്കാരം. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമായിരുന്നു റിസോർട്ടിൽ സംസ്കാരം നടത്തിയത്. റോയിയുടെ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് നിലവിൽ അന്വേഷണം നടത്തുന്നത്. DIG വംശി കൃഷ്ണയ്ക്കാണ് അന്വേഷണ ചുമതല. ബംഗളൂരു സൗത്ത് ഡിവിഷൻ DCP ലോകേഷും അന്വേഷണ സംഘത്തിലുണ്ട്. റോയിയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹത പുറത്തു കൊണ്ടുവരണമെന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ പ്രതികരിച്ചിരുന്നു. കമ്പനിയുടെ കാലങ്ങളായുള്ള നിക്ഷേപകരെ സംരക്ഷിക്കണം, അവരെ വഞ്ചിക്കരുതെന്നും റോയിയുടെ ഡയറി കുറിപ്പിലുണ്ടായിരുന്നു. 9 പേജുകളായി എഴുതിയിരിക്കുന്ന കുറിപ്പ് കുടുംബാംഗങ്ങൾക്ക് ലഭിച്ചുവെന്നാണ് വിവരം. ഇതോടെ റോയി ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചതായി സംശയം ഉദിക്കുന്നുണ്ട്. എന്തായാലും സഹോദരനെ വിളിച്ച് റോയി സംസാരിച്ച ജീവനെടുക്കാൻ തീരുമാനിച്ച ശേഷമെന്ന നിഗമനമൊക്കെ ഇപ്പോഴും വരുന്നുണ്ട്. എന്തായാലും കൂടുതൽ അന്വേഷണം നടക്കേണ്ടതുണ്ട്. കുടുംബാംഗങ്ങൾ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം നടത്തേണ്ടതുണ്ട്. എന്തായാലും റോയി പടുത്തുയർത്തിയ സാമ്രാജ്യം അനാഥമാകിൽ അദ്ദേഹത്തിൻ്റെ മകൻ ചുമതല ഏറ്റെടുത്തതായാണ് വിവരം.